ഭക്ഷണ രീതിയിലും ഭക്ഷണ സമയത്തിലും മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വൈകുന്നേരം രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നവർ കുറവായിരുന്നു. ഇന്ന് 8 മണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവരെ കൂടുതൽ. ഒരു ഹോട്ടലിൽ നിന്നുമല്ല സുനാമി ഇറച്ചി പിടിച്ചത്. സുനാമി പോലുള്ള മോശമായ ഭക്ഷണം പിടിച്ചെടുത്ത് മുഴുവൻ തട്ടുകടകളിൽ നിന്നാണ്. അപ്പോൾ തട്ടുകടകളെ നിയന്ത്രിക്കണമെന്നാണോ അതോ അവർക്ക് ലൈസൻസ് ഏർപ്പെടുത്തണമെന്നാണോ നിങ്ങളുടെ വാദം? തട്ടുകടകൾ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ ഒരിടത്തും പറയുന്നില്ല. അവരെ അംഗീകൃത സ്ഥാപനങ്ങളാക്കി മാറ്റുമ്പോൾ ഈ നിയമവ്യവസ്ഥകളൊക്കെ അവർക്കും ബാധകമാണ്. അപ്പം ഞങ്ങൾക്ക് അവർക്ക് അംഗത്വം കൊടുക്കാം. ഞങ്ങൾക്ക് അവരുടെ പേരിലും ഒരു ബോധവൽക്കരണം നടത്താനൊക്കെ സാധിക്കും. ഇപ്പം ഞങ്ങൾക്കത് സാധിക്കും. ഇന്ത്യയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്ന സംസ്ഥാനം കേരളമാണ്. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു തടസ്സവുമില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ ടൂറിസം മേഖലയൊക്കെ മദ്യം എന്ന് പറയുന്നത് അവിഭാജ്യ ഘടകമാണ്. മയോണൈസ് അതിൻ്റെ ശാസ്ത്രീയമായിട്ട് അല്ല മയോണൈസ് പലരും ഉണ്ടാക്കും. ഇപ്പോൾ എന്നും നോൺ വെജ് കഴിക്കുന്നവർക്കും വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒരു മസാല ദോശ നെയ്റോസ്റ്റ് അവർ താല്പര്യം കഴിച്ചാൽ കൊള്ളാം. ഈ പഴയ ഭക്ഷണം എന്നുള്ളതിൻ്റെ നിർവചനം മാറിയിരിക്കുന്നു. ഇന്നലത്തെ ഭക്ഷണം ഇന്ന് കൊടുക്കരുതെന്ന് ഒരിടത്തും പറയുന്നു. ഈ മസാല ദോശ കത്തിക്കിടക്കുന്ന കല്ലിന് ഒരു ദിവസം ഒരു കുറ്റി ഗ്യാസ് വേണം. സ്ട്രൈവ് എന്ന് പറഞ്ഞൊരു തൊഴിലധിഷ്ഠിത പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളവർക്ക് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും, ഒപ്പം തന്നെ ജോലിയും കൊടുക്കും. ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ 7500 അവർക്ക് സ്റ്റൈഫൻഡ് കൊടുക്കും. ഗസ്റ്റ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജി ജയപാലാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ജി ജയപാൽ. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ വലിയൊരു സംഘടനയാണ്. അതിൽ എനിക്ക് തോന്നുന്നു 60,000-ലധികം അംഗങ്ങളുണ്ട്. എത്രത്തോളം അംഗങ്ങളുണ്ട്? ഏതാണ്ട് 60,000-ലധികം. താങ്കൾ പറഞ്ഞത് ശരിയാണ്. 60,000-നും 70,000-നും ഇടയ്ക്കുള്ള അംഗങ്ങളുണ്ട്. ചെറിയ ചായക്കട മുതൽ വലിയ 5 സ്റ്റാർ ഹോട്ടൽ വരെ അംഗമായിട്ടുള്ള, ബേക്കറി അടക്കം ലോഡ്ജ് അടക്കം അംഗമായിട്ടുള്ള ഒരു കോമൺ സംഘടനയാണ്. ഭക്ഷണ വിതരണ മേഖലയിലെ പ്രമുഖ സംഘടനയാണ്. ഒറ്റ സംഘടനയേ ഉള്ളൂ. ഭക്ഷണ വിതരണ മേഖലയിൽ വരുന്ന ലോഡ്ജ് അടക്കം. അന്നേരം ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കുന്ന ഏത് സ്ഥാപനത്തിന്റെ പരിധിയിൽ വരും? തട്ടുകടകളുണ്ടോ? ഇല്ല. ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന് നമ്മൾ അംഗത്വം കൊടുക്കാറില്ല. അപ്പോൾ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും നമ്മൾ അംഗത്വം കൊടുക്കും. തട്ടുകടകളൊക്കെ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനും നമ്മൾ അംഗത്വം കൊടുക്കില്ല. പക്ഷേ നമ്മുടെ ഒരു സമാന്തര ഭക്ഷണ വിതരണ മേഖലയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തട്ടുകട എന്ന് പറയുന്നത്. സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അത് മനസ്സിലാക്കി ചില പ്രമുഖ ഹോട്ടലുകൾ തന്നെ തട്ടുകട രൂപത്തിൽ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ടല്ലോ. അത് ശ്രദ്ധപ്പെട്ടിട്ടില്ല. നമ്മൾ ഈ തട്ടുകട എന്നുള്ളതിൻ്റെ നിർവചനം, അതായത് അനധികൃത സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഗവൺമെൻറ്റിനോട് തന്നെ പറയുന്നത് അനധികൃത സ്ഥാപനങ്ങളെ അംഗീകൃത സ്ഥാപനങ്ങളാക്കുക. കാരണം ഞങ്ങൾ GST കൊടുക്കണം, കറണ്ട് ചാർജ് കൊടുക്കണം, വാട്ടർ ചാർജ് കൊടുക്കണം. നിയമത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും, ലേബർ നിയമങ്ങളെല്ലാം അനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതൊന്നും പ്രവർത്തിക്കാതെ ഒരു വിഭാഗം പ്രവർത്തിക്കുകയും സമൂഹത്തിനോടൊപ്പം പ്രതിബദ്ധത ഉണ്ടാവില്ല. കാരണം അവർക്ക് നിയമങ്ങളൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള മാതിരി കൊടുക്കാം. അപ്പോൾ വില കുറച്ച് കൊടുക്കാം. നിയമത്തിൻ്റെ പരിധികളൊന്നുമില്ല. ഒരു നിയമവും അവർക്ക് അനുസരിക്കേണ്ട കാര്യമില്ല. അത് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്ന ഒരു കുറ്റകരമായ കാര്യമാണ്. തട്ടുകടകളെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? കാരണം തട്ടുകടകളാകുമ്പോൾ പറയുന്ന ഒരു പ്രചരണം എന്ന് പറയുക കൺമുന്നിൽ വെച്ചാണ് പാചകം ചെയ്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അതിൽ വലിയ അപകടം ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം ആൾക്കാർക്കിടയിലുണ്ട്. നമ്മൾ മുമ്പിൽ വെച്ച് പാചകം ചെയ്തോ പുറകിൽ വെച്ച് പാചകം ചെയ്തോ അതിലുപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് പ്രധാന ഘടകമാണ്. അതാണ് നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഉപയോഗിക്കുന്ന, ഞങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങളുടെ ബില്ല് ഏതൊരു ഉദ്യോഗസ്ഥൻ വന്ന് കാണിച്ചാലും നമ്മൾ കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് അംഗീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കണം. അതിന് GST കൊടുത്തിരിക്കണം. പക്ഷെ മറ്റവർക്ക് അതില്ല. ഇപ്പം നമുക്കറിയാം സുനാമി ഇറച്ചി അത് വലിയ വ്യാപകമായിട്ടൂടെ പ്രചരണം വന്നു. ഒരു ഹോട്ടലിൽ നിന്നുമല്ല സുനാമി ഇറച്ചി പിടിച്ചത്. സുനാമി പോലുള്ള മോശമായ ഭക്ഷണം പിടിച്ചെടുത്ത് മുഴുവൻ തട്ടുകടകളിൽ നിന്നാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? സുനാമി ഇറച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും കാരണവശാൽ, ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ കോഴിപ്പനി വരുന്നുണ്ട്, അതുമാതിരി ഒരുമിച്ച് മരണപ്പെട്ട അല്ലെങ്കിൽ ചത്തുപോയ കോഴികളെ ഒരുമിച്ച് അറുത്തെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് കൊടുക്കുന്നതാണ് സുനാമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷ്യയിറച്ചി ഇത് കൊടുക്കുന്നത് വാങ്ങിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ്. പക്ഷേ അതിൻ്റെ ചീത്തപ്പേര് മുഴുവൻ കിട്ടുന്നത് ഈ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ള സ്ഥാപന ഉടമകൾക്ക്. അപ്പോൾ തട്ടുകടകളെ നിയന്ത്രിക്കണമെന്നാണോ അതോ അവർക്ക് ലൈസൻസ് ഏർപ്പെടുത്തണമെന്നാണോ നിങ്ങളുടെ വാദം? തട്ടുകടകൾ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ ഒരിടത്തും പറയുന്നില്ല. അവരെ അംഗീകൃത സ്ഥാപനങ്ങളാക്കി മാറ്റുമ്പോൾ ഈ നിയമവ്യവസ്ഥകളൊക്കെ അവർക്കും ബാധകമാണ്. അപ്പം ഞങ്ങൾക്ക് അവർക്ക് അംഗത്വം കൊടുക്കാം. ഞങ്ങൾക്ക് അവരുടെ പേരിലും ഒരു ബോധവൽക്കരണം നടത്താനൊക്കെ സാധിക്കും. ഇപ്പം ഞങ്ങൾക്കത് സാധിക്കുന്നില്ല. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ പോലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പരിധിയിൽ തന്നെയാണ് സ്റ്റാർ ഹോട്ടൽ അടക്കം വരുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു 1-ാം തീയതി മാത്രം ഡ്രൈ ഡേ ആചരിക്കുന്നു. അതായത് മദ്യം വിളമ്പാൻ അനുവദിക്കില്ല. അത് വിദേശത്തു നിന്നും വരുന്ന ടൂറിസ്റ്റുകളെയൊക്കെ അത് നിരുത്സാഹപ്പെടുത്തി ഇങ്ങോട്ട് വരുന്നതിന് പകരം ചിലർ ശ്രീലങ്കയിൽ പോകുന്നു, അങ്ങനെ വേറെ ഇതിലേക്കൊക്കെ ഡെസ്റ്റിനേഷൻ മാറിപ്പോകുന്നു. ഇതേക്കുറിച്ചുള്ള സംഘടനയുടെ നിലപാട് എന്താണ്? എന്തിനാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം വെച്ചാൽ
29 ദിവസം മദ്യപിക്കാം, 30ാമത്തെ ദിവസം മദ്യപിക്കരുത്. അത് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു തടസ്സവുമില്ല. പക്ഷെ നമ്മുടെ ഇന്നത്തെ ടൂറിസം മേഖലയൊക്കെ മദ്യം എന്ന് പറയുന്നത് അവിഭാജ്യ ഘടകമാണ്. നമ്മളതിനെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഏതൊരു വിദേശ ടൂറിസ്റ്റും ഏതൊരു രാജ്യത്തേക്ക് പോകുമ്പോഴും അവിടെ അവനാവശ്യമായ ബിയറും വൈനും മദ്യമൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ നോക്കിയാണ് അവർ പോകുന്നത്. അപ്പോൾ നമ്മുടെ വ്യവസായത്തെ ബാധിക്കും. അതേപോലെ തന്നെയാണ് ഈ മദ്യം കൊടുക്കുന്ന രീതി. ഇവിടെ ഇപ്പോൾ നമ്മുടെ സിവിൽ സപ്ലൈസിലൊക്കെ ക്യൂ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ പോലും മദ്യം കഴിക്കാൻ പേടിച്ചു. അതൊക്കെ മാറണം. മദ്യമൊക്കെ സുലഭമായിട്ടും കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ഒപ്പം തന്നെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഏതെങ്കിലും വിദേശ രാഷ്ട്രങ്ങളിൽ ഇത്രയും മദ്യം കഴിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയിലായിരിക്കും. അപ്പോൾ നിയന്ത്രണം കൊണ്ടല്ല, ബോധവൽക്കരണം കൊണ്ട് മാത്രമാണ് ജനങ്ങളെ മാറ്റാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ മദ്യം വിതരണ രീതിയെ ഹൈക്കോടതി പോലും വിമർശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഇത്രയും തെരളി റോഡിലെ ക്യൂ, പ്രീമിയം ഷോപ്പുകൾ വേണം, അത് സ്വകാര്യ മേഖലയിലും മദ്യം വിതരണം ചെയ്യണമെന്നുള്ള അഭിപ്രായമുണ്ടോ? ഹോട്ടലുകളിൽ ലൈസൻസ് പണ്ടുണ്ടായിരുന്ന പോലെ കൊണ്ടുവരണമെന്ന് അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും സ്വകാര്യ മേഖല മാത്രമാണ് പ്രോത്സാഹിപ്പിച്ചാലേ ടൂറിസം വിജയിക്കുള്ളൂ. ഒരിക്കലും ഒരു ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ മാത്രം ടൂറിസം മേഖല വിജയിക്കില്ല. ടൂറിസം മേഖല വിജയിക്കണമെങ്കിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തമാണ്. അത് എല്ലാ മേഖലയിലും വേണം, അല്ലെങ്കിൽ വിജയിക്കില്ല. ഇപ്പോൾ ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ ഏതൊരു ഭക്ഷണം കഴിക്കാൻ ചെന്ന് ആഗ്രഹിച്ച് ചെല്ലുന്നവരുടെയും നല്ലൊരു ഭക്ഷണമായിരിക്കണം എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് നല്ല രുചിയോടുകൂടി അതേസമയം പഴകിയതാവരുതെന്നുള്ളത് ഈ ഒരു വാദത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും പഴകിയ ഭക്ഷണം കൊടുക്കില്ല. പക്ഷേ ഈ പഴകിയ ഭക്ഷണം എന്നുള്ളതിൻ്റെ നിർവചനം മാറിയിരിക്കുന്നു. ഇന്നലത്തെ ഭക്ഷണം ഇന്ന് കൊടുക്കരുതെന്ന് ഒരിടത്തും പറയുന്നില്ല. ഇന്ന് നമ്മുടെ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ പഴങ്കഞ്ഞിയൊക്കെ കിട്ടുന്ന കടകളുണ്ട്. ഇന്നലത്തെ ഭക്ഷണം കൊടുക്കരുതെന്നല്ല പറയുന്നത്, ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം. അതിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം 2 മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷ്യയോഗ്യമല്ലാത്തതുണ്ട്. ഇപ്പോൾ നമുക്ക് ഉദാഹരണം മസാല ദോശയുടെ ചട്നി, ഇതൊക്കെ 2 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പൂരി മസാലയുടെ മസാല, ഇങ്ങനെയുള്ള പല ഐറ്റംസും 2-3 മണിക്കൂർ കഴിയുമ്പോൾ ചീത്തയാവുന്ന അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പഴകിയ ഭക്ഷണം എന്നുള്ള നിർവചനം ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കരുത്. അതാണ് ഫുഡ് സേഫ്റ്റി നിർദ്ദേശിക്കുന്നത്. അതനുസരിച്ച് തന്നെ പോകുന്നത് നമ്മുടെ അംഗങ്ങളോട് നമ്മൾ പറയുന്നുമുണ്ട്. ഈ ഫ്രീസർ, ഫ്രിഡ്ജ് ഈ നിയമം വരുന്ന കാലത്ത് ഇത് ഉണ്ടായിരുന്നോ? 1956 നമ്മുടെ പഴയ 1954 നമ്മുടെ ഇവിടെ അത്ര വ്യാപകമായിരുന്നു ഇല്ല, നമ്മുടെ നാട്ടിലില്ലായിരുന്നു. അന്നത്തെ നിയമം വെച്ചുകൊണ്ടാണ് ഇന്നും നമ്മുടെ ഇപ്പം 2011 നമ്മുടെ സംസ്ഥാനത്ത് 2006 വന്ന നിയമം, അതായത് ഫുഡ് സേഫ്റ്റി നിയമം 2011 നമ്മുടെ കേരളത്തിൽ വന്നത്. 2011 കേരളത്തിൽ വന്നതിന് ശേഷമാണ് ഇവിടെ ഫുഡ് സേഫ്റ്റി നിയമം വന്നത്. ഫുഡ് സേഫ്റ്റി നിയമം വന്നപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് മാത്രമാണ് ഭക്ഷണ സാധനങ്ങൾ പരിശോധിക്കാനും പിടിച്ചെടുക്കാനുമുള്ള അവകാശമുണ്ട്. ഒരു ഭക്ഷണ സാധനം പിടിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ വശം നോക്കണം. അതായത് 2 മണിക്കൂറിനുള്ളിൽ അത് ലാബറട്ടറി കൊണ്ടുപോയി പരിശോധിച്ച് അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഘടകങ്ങൾ കടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വേണം ആ ഹോട്ടലിനെ ശിക്ഷിക്കാൻ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മായം ചേർന്നിട്ടുണ്ടെങ്കിൽ ജീവപര്യന്തം തടവിന് വരെ ശിക്ഷിക്കാവുന്ന നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് ഞങ്ങൾ യോജിക്കുന്ന കൂട്ടത്തിലാണ്, അനുകൂലിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ അതൊന്നുമില്ലാതെ ഇതിന് അധികാരമില്ലാത്ത ഹെൽത്ത് ഉദ്യോഗസ്ഥർ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് ഉദ്യോഗസ്ഥർക്ക് സംബന്ധിച്ചോളം അവർക്ക് ഇതിൻ്റെ സാനിറ്റേഷൻ നോക്കാനുള്ള അവകാശമാണ്. അതായത് ശുചിത്വം നോക്കാം. ഈ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കാനുള്ള റൈറ്റ് അവർക്കില്ല. പക്ഷെ ഉള്ള അധികാരം പോകാതിരിക്കാൻ വേണ്ടി അവർ ഹോട്ടലുകളിൽ കയറി ഭക്ഷണ സാധനം പിടിച്ചെടുക്കുകയും അത് സമൂഹത്തിൽ കൊണ്ട് പ്രദർശിപ്പിച്ച്, അതായത് മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ പഞ്ചായത്തിന് വേണ്ടി പ്രദർശിപ്പിച്ച് ഹോട്ടലുടെ പേരൊക്കെ എഴുതി വയ്ക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ടൂറിസം മേഖല ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഭക്ഷണ മേഖലയും കൂടിയാണ്, ഭക്ഷണം കഴിക്കാനും കൂടിയാണ്. കേരളത്തിലെ വൈവിധ്യമാർന്ന ഭക്ഷണം കഴിച്ച് ആസ്വദിക്കാൻ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം കേരളത്തിൽ മോശമായ ഭക്ഷണമാണ് വിൽക്കുന്നതെന്ന ഒരു സന്ദേശം കൊടുക്കാനും ടൂറിസം പ്രൊമോട്ട് ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ ഇങ്ങോട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാതിരിക്കാനും അത് ഇടയാകും. നമ്മൾ മന്ത്രിയുടെയൊക്കെ ശ്രദ്ധപ്പെടുത്തുകയാണ്. മന്ത്രി തന്നെ പ്രഖ്യാപിച്ചു അവർ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കണ്ട, അങ്ങനെ എന്തെങ്കിലും മോശം ഭക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങളത് ഫുഡ് സേഫ്റ്റിക്കാരെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ നിയമം നടപ്പിലാകുന്നില്ല. അതൊരു സംഘടനാപരം വെച്ചുകൊണ്ട് അവർ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണ്. ഇവർ കൈക്കൂലി ചോദിച്ച് ഇത്ര ഒതുക്കാൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടോ? ഏത് മേഖലയിലുള്ളതുമാതിരി എല്ലായിടത്തും ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ എല്ലാവരും കൈക്കൂലിക്കാരുണ്ട്, എല്ലാവരും നല്ല ആളുകളുമുണ്ട്, മോശം ആൾക്കാരുണ്ട്. ഫുഡ് സേഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒത്തിരി ആളുകളവിടെ പുതിയതായിട്ട് അവരൊക്കെ എന്നിട്ട് ശാസ്ത്രീയമായിട്ടാണ് പരിശോധിക്കുന്നതും സാമ്പിളുകൾ എടുക്കുന്നതും. ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു നിയമപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ എതിർക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ സഹകരിച്ച് തന്നെ പോകുന്നത്. അങ്ങനെ കൈക്കൂലിയുടെ പ്രശ്നമൊന്നും അവിടെ വരുന്നില്ല. ഇപ്പോൾ ഈ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നടപ്പില്ല, അത് പണ്ടുതൊട്ടേ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ഒന്ന് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് കാണാറുണ്ട്. അത് പക്ഷേ ഇത് ശരിയായിട്ടുള്ള ആരോഗ്യ പരിശോധന നടത്തിയിട്ടാണോ ഹെൽത്ത് കാർഡ് കൊടുക്കുന്നത്? 2014 ഈ ഫുഡ് സേഫ്റ്റി നിയമത്തിൽ പറയുന്നുണ്ട്, ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ സർട്ടിഫിക്കറ്റ് ഹോട്ടലിൽ നിൽക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും വേണമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെ വ്യാപകമായിട്ട് പകർച്ചവ്യാധികളൊക്കെ പകർന്നപ്പോൾ മന്ത്രി വിളിച്ചു പറഞ്ഞു നമ്മളങ്ങനെ അതിന് കുറച്ചും കൂടി ഉത്തരവാദിത്വം കാണിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന ലാബ് ടെസ്റ്റുകൾ നടത്തണം. ആ ലാബ് ടെസ്റ്റ് നടത്തി അവർക്ക് പരിശോധന നടത്തിയിട്ട് മാത്രമേ
നിങ്ങൾ സർട്ടിഫിക്കറ്റ് അതല്ലാതെ ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് കൊടുക്കണം ശരിയല്ല. അല്ല. നമ്മളും ആലോചിച്ചപ്പോൾ അത് ശരിയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു ബോധ്യത്തോടുകൂടി ചെയ്യണമെന്ന് വെച്ചിട്ട് സംഘടന തന്നെ ഒരു ലബോറട്ടറിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് എല്ലായിടത്തും സാമ്പിൾ കളക്ട് ചെയ്ത് പരിശോധിച്ച് അതും QR കോഡ് വെച്ചുകൊണ്ട് ആ സർട്ടിഫിക്കറ്റിലെ QR കോഡ് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സാമ്പിളിൻ്റെ റിസൾട്ട് കിട്ടും. ആ രീതിയിൽ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ഓർഡർ വന്നു ടൈഫോയിഡിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അത് പ്രായോഗികമല്ല. ഈ വാക്സിനേഷനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് വാക്സിനേഷൻ എടുത്തതിൻ്റെ അനന്തരഫലവും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇപ്പോൾ ഞാൻ ഒരു ചർച്ചയ്ക്ക് പോയപ്പോൾ IMAയുടെ ആളുകൾ തന്നെ പറഞ്ഞു വാക്സിനേഷനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, കാരണം അത് ഫലപ്രദമല്ല എന്ന്. അപ്പോൾ ശാസ്ത്രീയമല്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ ആവശ്യമുള്ളവർക്ക് എടുക്കാം, അത് നിർബന്ധം പിടിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ ആശ്രയിച്ചാണ്, അവർ യോജിക്കുന്നില്ല അതിനോട്. ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക വശം കൂടി നമ്മളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികളെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊത്തം ഉത്തരേന്ത്യക്കാർ കൈയടക്കി കഴിഞ്ഞോ ജീവനക്കാർ? അത് നമ്മളിപ്പോൾ ക്ലീനിങ് ജോലികൾ, അകത്തുള്ള ഹെൽപ്പേഴ്സ് ജോലികളൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ അവരില്ലെങ്കിൽ നടന്നു പോകാത്തൊരവസ്ഥയാണ്. കേരളത്തിൽ തൊഴിലില്ലായ്മ ഉണ്ട് എന്ന് പറയുകയും എന്നാൽ തൊഴിൽ ചെയ്യാൻ തയ്യാറാവാത്തൊരു കാലഘട്ടം. ഇതൊക്കെ മോശമാണ്. ഇതൊക്കെ അവർക്ക് നാണക്കേടാണെന്ന് തോന്നിക്കുന്ന ഒരു ജനം ഒരു പരിധി വരെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മലയാളികളിൽ നിന്ന് നമുക്ക് തൊഴിലാളികളെ പ്രത്യേകിച്ച് സർവീസിങ്, ഹെൽപ്പേഴ്സ് ഇതിനൊക്കെ കിട്ടുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരും കൂടി ഇവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കെട്ടിട മേഖലകൾ അതുപോലെ തന്നെ ഹോട്ടൽ മേഖലയൊക്കെ നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ. അവർ പാചകക്കാരും നല്ല ആൾക്കാരുണ്ടോ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നത്? പാചകക്കാർ കൂടുതലായിട്ട് ഈ ന്യൂ ജനറേഷൻ ഫുഡുകളില്ലേ, അതായത് നമ്മുടെ ഇപ്പോൾ ഷവർമ അങ്ങനെയുള്ള ഫുഡുകളിലൊക്കെയാണ് അവർ കൂടുതലും. ആ സമയം നമ്മുടെ പരമ്പരാഗത ഫുഡ്, അതായത് സദ്യകളും അതുപോലെ തന്നെ മസാല ദോശ, അതൊക്കെ ഇപ്പോഴും നമ്മുടെ ആളുകൾ തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ മസാല ദോശ നേർച്ചയാണെങ്കിൽ തമിഴ്നാട്ടുകാരാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ഇവരും പഠിച്ചു വരുന്നുണ്ട്. പക്ഷേ അവരിൽ നല്ല ആളുകളുണ്ട്, അതായത് പഠിച്ചു വന്നാൽ നല്ല തൊഴിൽ ചെയ്യാൻ മനസ്സുള്ള ഒത്തിരി ആളുകൾ അവരിലുണ്ട് എന്നുള്ളത് കാണാതിരിക്കാൻ നമ്മൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഒരു വിഭാഗത്തെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഷവർമയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ മലയാളികളുടെ ഭക്ഷണ രീതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടോ? താങ്കൾ ഈ കാലത്ത് ഇതിൻ്റെ ഒരു വലിയ തലപ്പത്ത് കുറേ കാലമായിട്ട് ഇരിക്കുന്ന ആളെന്നുണ്ടെങ്കിൽ ചോദിക്കും, ഭക്ഷണ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും ഭക്ഷണ രീതിയിലും ഭക്ഷണ സമയത്തിലും മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വൈകുന്നേരം രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നവർ കുറവായിരുന്നു. ഇന്ന് 8 മണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവരാണ് കൂടുതൽ. അതിൻ്റെ ഈ IT ഫീൽഡിലൊക്കെ ഒത്തിരി സ്വാധീനം ചെലുത്തിയിരുന്നെന്ന് വെച്ചാൽ അവരുടെ ടൈം ഷെഡ്യൂളൊക്കെ വെച്ച് നോക്കുമ്പോൾ 2 മണിക്കൊക്കെ കഴിയുന്നത്. പിന്നെ ന്യൂ ജനറേഷൻ കൂടുതലും ഒരു 10 മണിക്ക് ശേഷം ആഹാരം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ 10 മണി തൊട്ട് 2 മണി വരെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഉറക്കം നേരത്തെ 5 മണിക്ക് എഴുന്നൊരു സംസ്കാരമാണെങ്കിൽ അതിപ്പോൾ 10 മണിയിലേക്ക് രാവിലെ 10 മണിയിലേക്ക് മാറി, രാത്രി ഒരുപാട് വൈകി ഉറങ്ങി നേരത്തെ. അത് ഒരു വിഭാഗം. അപ്പോൾ അത് നമുക്ക് സത്യം പറഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ഗവൺമെൻറ് ചിന്തിക്കട്ടെ. ഒരു ബിസിനസ് നടന്ന ആൾ ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ വന്ന വ്യത്യാസമാണ്. അതൊന്ന് നമ്മളുടെ പഴയ സംസ്കാരം തന്നെ നമ്മുടെ ഒരു പാരമ്പര്യ സംസ്കാരമുണ്ട്. ഇഡലി, ദോശ, അല്ലെങ്കിൽ പിടി, കോഴി പിടി, ബിരിയാണി, ഇതിൽ നിന്നെല്ലാം മാറി ഷവർമ പോലുള്ള ന്യൂ ജനറേഷൻ ഫുഡുകൾ, ഷവർമ, അൽഫാം ഇങ്ങനെയുള്ള ന്യൂ ജനറേഷൻ ഫുഡുകളോട് ചെറുപ്പക്കാർ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചീത്തപ്പേര് കേൾക്കുന്നതും ഈ ഷവർമ പോലുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഭക്ഷണങ്ങൾ അവിടുത്തെ കാലാവസ്ഥയ്ക്കും അവിടുത്തെ രീതിക്കും അല്ലാതെ ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പാകപ്പിഴകൾ പലപ്പോഴും പല ദുരന്തങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഷവർമ, അൽഫാമും ഒക്കെ മാംസം അത് പാചകം ചെയ്യുന്നതിൽ വളരെയധികം മുൻകരുതലുകൾ ആവശ്യമല്ലേ? മുൻകരുതലുകൾ ആവശ്യമാണ്. അപ്പോൾ അത് വേണ്ട വിധത്തിൽ ആ മുൻകരുതലുകൾ എടുക്കാതെ പെട്ടെന്ന് തന്നെ ഒരു കട തുടങ്ങുകയും ആ മുൻകരുതൽ എടുക്കാതെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഇൻഫെക്റ്റഡ് ഒരു രോഗബാധ ഉണ്ടാകാനും അതുപോലെ അണുബാധ ഉണ്ടാകുവാനും അതുപോലെ തന്നെ ഒരു മരണമൊക്കെ സംഭവിക്കുമ്പോൾ അത് ഇൻഡസ്ട്രിയെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ക്ലാസ്സുകൾ ഈ ഷവർമ ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഏതൊരു ഭക്ഷണവും നിരോധിക്കലല്ല, അത് ശരിയായ രീതിയിൽ ഉണ്ടാക്കി ആവശ്യക്കാർക്ക് കൊടുക്കലാണ് ശരി എന്നുള്ളത് കൊണ്ട് ഫുഡ് സേഫ്റ്റിയായിട്ട് സഹകരിച്ചുകൊണ്ട് ഷവർമ പോലുള്ള ന്യൂ ജനറേഷൻ ഫുഡുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം കേരളത്തിൽ മുഴുവൻ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ട് ശരിക്കും ഒരു പാതി ബന്ധ രീതിയിലുള്ള മാംസം വിതരണം ചെയ്യുന്നത് അപകടകരമാകത്തില്ലേ? തീർച്ചയായിട്ടും. ഈ ഷവർമയ്ക്കൊക്കെ അത് വരുന്നത്. പിന്നെ ഒന്ന് മയോണൈസ് ഈ ശാസ്ത്രീയമായിട്ട് അല്ല മയോണൈസ് പലരും ഉണ്ടാക്കുന്നത്. എഗ്ഗ് ആണെങ്കിലും പലരും കണ്ടന്റായിട്ട് എഗ്ഗ് റോ മെറ്റീരിയൽസ് ആയിട്ട് ചേർക്കുമ്പോൾ ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവുന്ന ഒരു സാധനമാണ്. അത് വേവിക്കാതെയല്ലേ ചേർക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എഗ്ഗ് മയോണൈസ് വേണ്ട, വെജിറ്റബിൾ മയോണൈസ് മതി. അങ്ങനെ അതെല്ലാവരും ഇപ്പോൾ അങ്ങനെയാണോ? 100 പേര് ഉണ്ടെങ്കിൽ ഇപ്പോൾ 80% പേര് റിസ്ക് എടുക്കാൻ തയ്യാറില്ല, അവർ അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ എഗ്ഗ് ചേർക്കുകയാണെങ്കിൽ ബോയിൽഡ് ചെയ്ത എഗ്ഗ് ചേർക്കുക. അതെത്ര നേരം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും?
എന്ത് സാധനം ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു പരിധിയുണ്ട് എന്ത് സാധനത്തിന്. നോൺ വെജിറ്റേറിയൻ ഫുഡിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കേണ്ട മാതിരി സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്റ്റ് ഉണ്ടാവും. നമ്മളത് കൊണ്ടുവന്ന് ഫ്രീസറിലൊക്കെ വെച്ച് ശാസ്ത്രീയമായി സൂക്ഷിച്ച് ശാസ്ത്രീയമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും കിട്ടും. പക്ഷേ ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ഈ റിസ്ക് എടുക്കാൻ പറ്റില്ല, കാരണം ആരും ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ഫുഡിൽ നമ്മൾ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഉപയോഗിക്കരുത് എന്നൊരു ലേബൽ കഴിയുന്നത്ര ഒട്ടിച്ചു കൊടുക്കുന്നു, അവരോട് പറയുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുപോയി ബാംഗ്ലൂരൊക്കെ കൊണ്ടുപോയി ഭക്ഷ്യ ദുരന്തങ്ങൾ നമുക്കറിയാവുന്ന ഇന്ന് കൊണ്ടുപോയിട്ട് നാളെയാണ് കഴിക്കണേ. അതേ തന്നെ ഈ മയോണൈസും മറ്റും വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് സൂക്ഷിക്കും, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കും. അത് അപകടമാണ്, അത് വളരെ അപകടകരമാണ്. അതായത് മയോണൈസ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ പുതിയ ക്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ബോർഡുകളും, മലപ്പുറം പ്രത്യേകിച്ച് കുഴിമന്തി അങ്ങനൊരു ഭക്ഷണ സാധനവും വളരെ പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്. അതിന് ഇത്തരം ഈ ഭക്ഷണത്തോട് യുവജനങ്ങൾക്കാണോ കൂടുതൽ താല്പര്യം, അതോ എല്ലാ പ്രായക്കാരും ഒരുപോലെ ആകൃഷ്ടരാണ്? യുവജനങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ താല്പര്യം. ഇപ്പം എൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ളവർ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഭക്ഷണ സംസ്കാരം അങ്ങനെ പെട്ടെന്ന് മാറില്ല. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം തന്നെയാണ് കൂടുതലും കഴിക്കുന്നത്. പക്ഷേ ന്യൂ ജനറേഷൻ, എൻ്റെ മകനൊക്കെ തൊട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ കുഴിമന്തി, അൽഫാം ആ രീതിയിലുള്ള ഭക്ഷണത്തിനോടാണ് താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ ന്യൂ ജനറേഷൻ എന്തായാലും ഭക്ഷണ സംസ്കാരം മാറി. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ, ഇപ്പം നമ്മുടെയൊക്കെ പ്രായത്തിലെ വീടുകളിൽ അമ്മമാരുണ്ടാക്കി തരുന്ന നാടൻ പലഹാരങ്ങൾ അതൊക്കെ, പക്ഷേ ഇപ്പം ചില ബേക്കറികളിലൊക്കെ ചെല്ലുമ്പോൾ ഈ അട അങ്ങനെയൊക്കെയുള്ള പലതും ഉണ്ടാക്കി വരുന്നുണ്ട്. അതിനോട് ഒരു യുവതലമുറയ്ക്ക് ആകർഷണമില്ലേ? യുവതലമുറ പൊതുവെ എനിക്കൊണ്ട് ചെറുകടികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നത് ഇപ്പോഴും ആ തലമുറ വ്യത്യാസം പ്രകടമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ തന്നെ ഒരു പരിധിവരെ കഴിക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. പക്ഷെ അവരുടെ താല്പര്യങ്ങൾ എപ്പോഴും ഈ ന്യൂ ജനറേഷൻ ഫുഡുകളോടാണ്, നോൺ വെജ് ഫുഡുകളോടാണ്. വെജ് അല്ല കൂടുതലും താല്പര്യപ്പെടുന്നത്, നോൺ വെജ് ഫുഡുകളാണ് കൂടുതൽ. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അടുത്തിടെയായിട്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ ഒരുപാട് വരുന്നില്ലേ? ഇപ്പം നമ്മൾ ഒരുപാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ വരുന്ന പോലെ തന്നെ നമ്മുടെ കോവിഡ് സമയത്ത് ഒത്തിരി നിന്ന് പോയിട്ടുണ്ട്. എന്താ കാരണം? അതിൻ്റെ കാരണം കോവിഡ് സമയത്ത് നമ്മുടെ ഈ പരമ്പരാഗത ഭക്ഷണ സംസ്കാരം, അതായത് ഒരു പരമ്പരാഗത ഭക്ഷണം കൊടുത്തിരുന്ന പല സ്ഥാപനങ്ങളും പിടിച്ചു നിൽക്കാൻ പറ്റാതെ കോവിഡ് സമയത്ത് ഒക്കെ പ്രതിസന്ധികൾ നേരിട്ടു. അപ്പോൾ പലതും വാടകയ്ക്ക് കൊടുത്ത ഒരു ന്യൂ ജനറേഷൻ ഫുഡുകളായിട്ട് മാറി. തലമുറയുടെ വ്യത്യാസം വന്നപ്പോൾ ഭക്ഷണ സംസ്കാരത്തിലുണ്ടായ വ്യത്യാസം ഉൾക്കൊണ്ടുകൊണ്ട് അതെല്ലാം മാറി ഒരു വിഭാഗം ആ ബിസിനസ് നിർത്തുകയും വേറെ പുതിയ ട്രെൻഡ് ഇവിടെ വളർന്നു വരികയും. ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റുകൾ വരുന്നുണ്ടല്ലോ ഈ വെജിറ്റേറിയൻ, ചായ, വട, കൂടുതലും തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് അങ്ങനെയുള്ള ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ് വരുന്ന. അവർക്ക് നല്ല ബിസിനസ് ഉണ്ട് തന്നെ. ഒന്ന്, അവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളെ ഇവിടെ ഇപ്പോഴും നൈറ്റ് ഫുഡ് നോൺ വെജ് ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും താല്പര്യപ്പെടുന്നത്, അതിപ്പോൾ ആരാണെങ്കിലും അവർ വെജിറ്റേറിയനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കൂടുതൽ പ്രാമുഖ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ഫുഡിനോട് ഒരു താല്പര്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഇപ്പോൾ എന്നും നോൺ വെജ് കഴിക്കുന്നവർക്കും വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒരു മസാല ദോശ, നെയ്റോസ്റ്റ് അവർ താല്പര്യം കഴിച്ചാൽ കൊള്ളാൻ. എന്നാലും മസാല ദോശയോടുള്ള പ്രിയം കുറഞ്ഞിട്ടില്ല. ഇല്ല. ഇപ്പം ഈ ഹോട്ടലുകളിൽ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു ലൈസൻസ് വേണമെന്നുള്ളൊരു ആവശ്യം വന്നിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ PCB ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനെ ആരും കുറ്റം പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നത് തന്നെയാവണം. എന്നു വെച്ചാൽ വരും തലമുറ ഒരു മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് അല്ലെങ്കിൽ പൊല്യൂഷനിൽ നിന്ന് നമ്മൾ മാറണമെങ്കിൽ നമ്മളും മാറി തന്നെ ആകണം എന്നുള്ള വിശ്വാസം തന്നെ നമുക്കുണ്ട്. പക്ഷേ പരിമിതികളുണ്ട്. കേരളത്തെ സംബന്ധിച്ചുള്ള ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കൊരു തനത് ഭക്ഷണ സംസ്കാരത്തിൽ അടിസ്ഥാനമായിട്ട് ഇപ്പോൾ ന്യൂ ജനറേഷൻ ഫുഡ് വന്നാലും അതും കേരളീയം. അതിപ്പോൾ ചൈനീസ് ഫുഡുണ്ട്. ആ ചൈനീസ് ഫുഡിൽ ഇവിടെ വരുമ്പോൾ കേരളീയ സ്റ്റൈലിലേക്ക് കുറച്ച് മാറും, എന്നാലും ഇവിടെ വിജയിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് മാറുന്ന ഈ കാലഘട്ടത്തിൽ ചെറിയ ഹോട്ടലുകളെ കൂടുതൽ, അതായത് ഒരു 100 സ്ക്വയർ ഫീറ്റിൽ, 200 സ്ക്വയർ ഫീറ്റിൽ, 300 സ്ക്വയർ ഫീറ്റിൽ ചെറിയ ഹോട്ടലുണ്ട്. കുറേയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വാടകയ്ക്ക് നിൽക്കുന്ന കെട്ടിടങ്ങൾ. ഇവരെ സംബന്ധിച്ചോളം സ്വന്തമായിട്ടൊരു പൊല്യൂഷൻ സംവിധാനം ഏർപ്പെടുത്താനുള്ള സാഹചര്യമില്ല. നിയമത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ലൈസൻസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കരദ്രവ മാലിന്യം സംസ്കരിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. ഒപ്പം തന്നെ അവരിൽ നിന്ന് അതിനൊരു ഫീസ് ഈടാക്കാം. ഇത് പക്ഷേ ഇവിടെ നടക്കുന്നില്ല. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ സമൂഹത്തിലൊരു വ്യവസ്ഥിതിയാണ്. എവിടെയെങ്കിലും ഒരു പ്ലാന്റ് കൊണ്ടുവരാന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങളെ അതിനെ എതിർക്കും. പിന്നെ നല്ലൊരു സ്ലോട്ടർ ഹൗസ് കൂടി ഇല്ല. നല്ല ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഏറ്റവും ആവശ്യം നല്ലൊരു സ്ലോട്ടർ ഹൗസ്, അതായത് നല്ല അറവശാലകൾ വന്നാലേ നമുക്ക് നല്ല മീറ്റ് കിട്ടുള്ളൂ. കേരളത്തിൽ നിന്ന് മീറ്റ് കൊടുക്കുന്ന സംവിധാനം തന്നെ ഏതൊരാളെയും രോഗിയാക്കി മാറ്റുന്ന സംവിധാനത്തിലാണ്. അപ്പോൾ അത് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് എല്ലായിടത്തും സ്ലോട്ടർ ഹൗസ് ശാസ്ത്രീയമായിട്ട് നല്ല രീതിയിൽ സ്ലോട്ടർ ഇറച്ചി നല്ല രീതിയിൽ ഹോട്ടലുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടവർ ചെയ്യുന്നില്ല. അവരെ കടമകൾ മറക്കും. ഇപ്പം പൊല്യൂഷൻ്റെ പ്രശ്നത്തിൽ ഗവൺമെൻറ്റൊക്കെ ചിലപ്പോൾ കുറേ പരിമിതികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നു വെച്ചാൽ ജന ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ PCB ലൈസൻസ് നിർബന്ധമാക്കി.
PCB ലൈസൻസ് ഇത്തവണ തൊട്ട് നിർബന്ധമാക്കുമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ PCB ഇല്ലാതെ തന്നെ നമുക്ക് ലൈസൻസ് കൊടുക്കാൻ ഇത്തവണ ഇവിടെ മന്ത്രി അതിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നമ്മൾ സംസ്ഥാനത്ത് വ്യാപാര മേഖലയിലുള്ളവരും കൂടി ചേർന്നൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ശുചിത്വ മിഷനൊക്കെ ഉണ്ട്. എങ്ങനെ ഇത് ശാസ്ത്രീയമായിട്ട് സംവിധാനം ഒരുക്കുക? അപ്പം ഞങ്ങൾക്ക് പെരുമ്പാവൂർ ഒരു 10 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. അവിടെ ഈ മാലിന്യ സംസ്കരണത്തിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ ഈ സംഘടനയുടെ സ്ഥലമാണ്. ഗവൺമെൻറ്റായിട്ട് സംസാരിച്ച് ഏതാണ്ടൊക്കെ ആയിരിക്കും. അതായത് നമ്മുടെ കര മാലിന്യത്തിൽ നിന്ന് പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ ഈ മാലിന്യം ഒരു ബിസിനസ്സായിട്ട് മാറും. അപ്പോൾ ഈ ഹോട്ടലുകാർക്ക് ഈ മാലിന്യം കൊടുക്കാൻ പറ്റും ഒരു കാലഘട്ടത്തിൽ. അത് പൈസ കൊടുത്ത് മേടിക്കാൻ ആളുണ്ടാവും. അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു വലിയ കാര്യം, ഇപ്പോൾ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പത്രത്തിൻ്റെ തന്നെ വില കുറച്ച് ഇത്രയും നമ്മൾ പത്രക്കാർ പറയുന്നൊരു കാര്യം, പത്രത്തിൻ്റെ വില ഒരു പരിധിക്കപ്പുറം കൂട്ടാൻ പറ്റിയിട്ടില്ല ഇന്നുവരെ. പക്ഷേ ചായയുടെ വില കയറി പത്രത്തിനേക്കാട്ടിലും മേളിൽ കയറിപ്പോയി. ഇപ്പോൾ ചിലയിടത്ത് 10 ആണ്, ചിലയിടത്ത് 15 ആണ്. എന്നാൽ ഒരു ഏകീകൃത സ്വഭാവമില്ലാതെ ഓരോ ഹോട്ടലുകളിലും വ്യത്യസ്തമായിട്ട് മേടിക്കുന്നുമുണ്ട്. ഈ വിലക്കയറ്റം എങ്ങനെയാണ് ഈ മേഖലയെ ബാധിക്കുന്നത്? നമ്മൾ ഇന്ത്യയിൽ എടുത്തു നോക്കി, ഞാൻ വിദേശത്തേക്ക് പോകണില്ല, ഇന്ത്യയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്ന സംസ്ഥാനം കേരളമാണ്. ഇനിയും ഇഡ്ഡലി, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ തമിഴ്നാട്ടിൽ പോയി ഇഡ്ഡലി എന്നവിടെ 10 പൈസയ്ക്ക് കൊടുത്തോണ്ടിരുന്നത്. അന്ന് ഇവിടെ 30 പൈസയ്ക്ക് കൊടുത്തോണ്ടിരുന്നത്. ഞാനൊരു ടീനേജറായത്. ഇന്ന് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇഡ്ഡലി 15 രൂപയാണ്. ഇവിടെ ഇപ്പോഴും 10 രൂപ 12 രൂപ ഉള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ അങ്ങനെ വില കൂട്ടാൻ സാധിക്കില്ല. ഒന്നാമത് പ്രബുദ്ധരായ ജനതയാണ്. നമ്മുടെ സ്ഥാപനത്തിൽ നല്ല ഭക്ഷണവും അവർക്ക് ന്യായമായൊരു വിലയും വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ കടയിലേക്ക് സ്ഥാപനത്തിലേക്ക് ആൾ കയറില്ല. പിന്നെ വില ഏകീകരണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് പറയുന്നത്. ഗവൺമെൻറ് തന്നെ ആലോചിച്ചിട്ട് എന്താ അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സര ബുദ്ധിയോട് കൂടിയുള്ള ഒരു വില ഇവിടെ ഉള്ളതുകൊണ്ടാണ്, ഒരു മനോഭാവം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഹോട്ടലിൽ ഇത്ര വിലക്കുറവ്. കാരണം എൻ്റെ കടയിൽ ഇത് വില പട്ടിക പ്രദർശിപ്പിക്കണം അങ്ങനെയൊക്കെ പറയാറില്ലേ? തീർച്ചയായിട്ടും വില ഇപ്പോൾ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തു. കഴിഞ്ഞ ദിവസം ഇത്ര ഗ്രാമിന് ഇത്ര വില എന്നൊക്കെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. അങ്ങനെയില്ല. അങ്ങനെ ഒരു അത് ക്യാൻറ്റീനുകളൊക്കെ ഉള്ളൂ. അതായത് നമ്മൾ ക്യാൻറ്റീൻ പോലുള്ള സ്ഥാപനങ്ങൾക്ക് അവർക്കൊരു എഗ്രിമെൻ്റ് ഉണ്ട്, ഇത്ര കൊടുക്കണം, അല്ലെങ്കിൽ റെയിൽവേ ക്യാൻറ്റീൻ അങ്ങനെയൊക്കെ ഉള്ളിടത്ത്. ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം ഇത്ര സാധനം കൊടുക്കണമെന്നൊന്നുമില്ല. ശബരിമല പോലുള്ള പ്രത്യേക തീർത്ഥാടന സ്ഥലത്തേ ഉള്ളൂ. ഹോട്ടലുകളിലെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും റേറ്റ് നിശ്ചയിക്കാനുള്ള അവകാശം ഹോട്ടലുകാരനുണ്ട്. ഓരോ സ്ഥാപന ഉടമയ്ക്കുണ്ട്. അത് ഹൈക്കോടതി തന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ സംഘടനയ്ക്ക് ഇടപെടാൻ പറ്റില്ല. ഇല്ല, അത് ഹോട്ടലുകാരന് തന്നെ ഹൈക്കോടതി കൊടുത്തേക്കുന്നതാണ്. അന്നേരം ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ആണെങ്കിൽ സാധാരണ ഹോട്ടലുകളിൽ മേടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പൈസ വാങ്ങിക്കുന്ന ഹോട്ടലുകൾ വേറെ, അത് സ്റ്റാർ പദവി ഇല്ലാത്ത ഹോട്ടലുകളും ഉണ്ട്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോയ്സ് വരികയാണ്. നമുക്ക് ഈ വില കുറഞ്ഞ ഹോട്ടലുകളോടൊപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വില കുറഞ്ഞ കിട്ടുന്ന സ്ഥലത്തിലേക്ക് പോകുള്ളൂ. പിന്നെ അവിടെ പോകണ്ടെങ്കിൽ ഇപ്പോൾ ചില വെയിറ്ററുകളെ പറ്റി എന്നോട് ചിലർ പരാതി പറയുന്നുണ്ട്, തിരുവനന്തപുരത്ത് തന്നെ. അപ്പോൾ അത് പരാതി പറയുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ, ഞാൻ ഇപ്പോൾ ഒരു വെയിറ്റർ ഹോട്ടലിൽ കയറി കഴിച്ചിട്ട് തന്നെ ഞാനവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജനം അവിടേക്ക് അങ്ങനെ ആകർഷിക്കപ്പെടുന്നത്? അവരുടെ ഭക്ഷണ രീതി, ഒന്ന് കൊടുക്കുന്ന അറ്റ്മോസ്ഫിയർ, 2 ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ആ വില കൂടുതൽ. തൊട്ടപ്പുറത്ത് 10 രൂപയ്ക്ക് ചായ കൊടുക്കുന്നുണ്ട്, അവിടെ ആളില്ല. അപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൈസ എന്നത് പ്രധാനമാണെങ്കിൽ പോലും ടേസ്റ്റും വൃത്തിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നൊരു സ്ഥലം. അതെല്ലാം കൂടി ഒത്തിണങ്ങിയാൽ മാത്രമാണ്. അപ്പോൾ അതിനുള്ള പൈസ മേടിക്കാതിരിക്കാൻ പറ്റില്ല. അത് മുതലാക്കുന്നുണ്ട് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം. ഇല്ല, ഞങ്ങളെ ഇപ്പോൾ ഹോട്ടലുകളെ സംബന്ധിച്ചോളം അപൂർവം ചില ഹോട്ടലുകൾ ഇപ്പോൾ ഞാൻ പറയാമല്ലോ ലാഭത്തിൽ പോകുന്ന കൊണ്ടുണ്ട്. ചെറുകിട ഹോട്ടലുകളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഒരു 40-50% ആൾക്കാരെ സംബന്ധിച്ചോളം ഭയങ്കര പ്രതിസന്ധിയിലാണ്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ ഗ്രാമങ്ങളിൽ നമ്മൾ പോകാം, 10 രൂപയ്ക്ക് ചായ വെക്കുന്നുണ്ട്, 12. ഇത് കൂട്ടാൻ പറ്റുന്നില്ല, വില കൂടുന്നുണ്ട്. ഊണ് 50 രൂപ, 60 രൂപ, 65 രൂപ, 70 രൂപ ഊണിന് വില. ഇന്നത്തെ കാലഘട്ടത്തിൽ പച്ചക്കറി മേടിച്ച് 50 രൂപ, 60 രൂപയ്ക്ക് ഊണ്. അതുകൊണ്ട് ഇപ്പോൾ വീടുകളിൽ പോലും അവർ ഒരു ഊണ് മേടിച്ച് ഭാര്യം ഭർത്താവും കഴിക്കുക ഹോട്ടലിൽ നിന്ന്. അവിടെ ഉണ്ടാക്കുന്നില്ല, ഉണ്ടാക്കാൻ മുതലാവില്ല. ഗ്യാസിന് അടിക്കടി വില കൂടുന്നു, അരിക്ക് വില കൂടുന്നു, എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സബ്സിഡിയും കൊടുക്കുന്നില്ല, ഒരു ആനുകൂല്യവും കൊടുക്കുന്നില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളോട് ചില ബജറ്റ് ഹോട്ടലുകളൊക്കെ ഗവൺമെൻറ് തന്നെ ആരംഭിക്കുന്നുണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ. അതെല്ലാം നിന്നും പോകുന്നുണ്ട്. കാരണം തുടങ്ങിയ പലതും കുടുംബശ്രീ ഹോട്ടലുകൾ തുടങ്ങി. അതിനു മുമ്പ് തൃപ്തി, അതിനു മുമ്പ് അന്നപൂർണ്ണ, ഇതൊക്കെ നിന്ന് പോകുന്നുണ്ട്. കാരണം എന്നാൽ കേരളീയ ചിന്താഗതി തന്നെയാണ്. അതായത് ഒരു സാമ്പാർ, ഒരു ഇത്, അതിനൊന്നും ക്വാളിറ്റി ഉണ്ടാവില്ല, 30 രൂപ ഊണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സാധനത്തിന് ക്വാളിറ്റി ഉണ്ട്. ഗവൺമെൻറ് 20 രൂപ സബ്സിഡി കൊടുക്കുന്നു അവർക്ക്. 10-20 രൂപ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഈ സബ്സിഡി കൊടുത്തിട്ട് ഇവരിങ്ങനെ കൊടുക്കുന്നത്. ഇവരെ സംബന്ധിച്ചോളം എനിക്ക് പറയാൻ കൂടുതൽ ഞാൻ പറയും, ഇവർ 100 ഊണ് കിട്ടി കഴിഞ്ഞാൽ 200 ഊണിൻ്റെ സബ്സിഡി മേടിക്കും. പക്ഷേ ജനങ്ങൾക്ക് നല്ല ഫുഡ് കൊടുക്കും. ഞങ്ങൾക്കത് സാധിക്കില്ല.
ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ ഉപഭോക്താക്കളെ ഞങ്ങളുടെ കടയിലേക്ക് ആകർഷിക്കാം, അതിനെന്തൊക്കെ കൊടുക്കാം, എന്തൊക്കെ കൂടുതൽ ഐറ്റം കൊടുക്കാം. അപ്പുറത്തിരിക്കുന്നൊരു ഹോട്ടലുകാരനായിട്ട് ഞാൻ ആരോഗ്യപരമായ മത്സരമല്ലേ, അവൻ്റെ കടയിലേക്ക് കയറുന്ന ആളെ ഭക്ഷണം നല്ലത് കൊടുത്ത് ഇങ്ങടേക്ക് ആകർഷിക്കാം, പരസ്പരമുള്ള മത്സരമല്ല. അപ്പോൾ ഒരു ആരോഗ്യപരമായ മത്സരം നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, വില അങ്ങനെ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ചിക്കൻ്റെ വില വലിയ രീതിയിൽ കൂടുന്നുണ്ടോ? ചിക്കന് ഇപ്പോൾ ഇരട്ടിയായി വില, ഇരട്ടിയായി. ലൈവ് ചിക്കന് പോലും ഇന്ന് 149 രൂപ 150 രൂപ വിലയുണ്ട്. അന്നേരം അതനുസരിച്ച് നമ്മൾ ഭക്ഷണത്തിൻ്റെ വില കൂട്ടാൻ സാധിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു ചിക്കന് ഇന്ന് എനിക്ക് 80 രൂപയ്ക്ക് കിട്ടണമെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ 160 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്. എൻ്റെ കടയിൽ ഒരു ചിക്കൻ ചാപ്സ് കൊടുക്കാൻ 100 രൂപയ്ക്കാണെങ്കിൽ 200 രൂപയാക്കാൻ പറ്റില്ല, കൂടി വന്നാൽ 110 രൂപയാക്കാൻ പറ്റി. ആ 110 രൂപയാക്കിയാലും എനിക്കതുകൊണ്ട് പ്രയോജനം കിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് പല ഭക്ഷണ സാധനങ്ങളും. ഒരു മീൻ കറി ഊണ് 70 രൂപയ്ക്ക് പൊതുവെ ശരാശരി വിൽക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഈ മീൻ കറി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ സാധാരണ 1 കിലോ മീൻ മേടിച്ചാൽ ഒരു 8-9 പീസായിട്ടാണ് മുറിക്കുന്നത്. ഇന്നത്തെ കണ്ടീഷനിൽ 1 കിലോ മീൻ സാധാരണ മീൻ മേടിച്ചാൽ 250 രൂപ 300 രൂപ വില വരും. അപ്പോൾ അതിന് തന്നെയായി 30 രൂപ ആ മീൻ. അത് കറി വെച്ച് വരുമ്പോൾ അതിന് 50 രൂപ കോസ്റ്റ് വരും. പിന്നെ അതിൻ്റെ കൂട്ടത്തിലാണ് ഒരു ഹോട്ടലിൽ ഉണ്ടാകുന്ന 35% ബേസിക്കായിട്ട് ഹോട്ടൽ എക്സ്പെൻസ് വരുന്നുണ്ട്. തൊഴിലാളികളുടെ കറണ്ട് ചാർജ്, കെട്ടിടത്തിൻ്റെ റെൻറ്റ്, ആ 35 കൂട്ടുമ്പോൾ അതിന് 60-65 രൂപയോളം എക്സ്പെൻസ് ആയി കഴിഞ്ഞു. ഇത് ജനം കാണുന്നില്ല. ജനം ചോദിക്കുന്നത് ഒരു മസാല ദോശ ഒരിടത്ത് 50 രൂപ കൊടുക്കുന്നു, ഒരിടത്ത് 70 രൂപ കൊടുക്കുന്നു. ഈ മസാല ദോശ എന്തുകൊണ്ടാണ്? ഈ മസാല ദോശയ്ക്ക് എന്താണ് ഒരു തവി മാവ് പോലെ. ഈ മസാല ദോശ കത്തിക്കിടക്കുന്ന കല്ലിന് ഒരു ദിവസം 1 കുറ്റി ഗ്യാസ് വേണം. അപ്പോൾ അതായത് 2000 രൂപ ആ ഗ്യാസിന് വേണം. 2000 രൂപ ഗ്യാസിന് ചിലവുള്ളപ്പോൾ അതിൽ നിന്ന് 100 മസാല പോയി കഴിഞ്ഞാൽ 20 രൂപ വെച്ച് മസാലയ്ക്ക് എക്സ്പെൻസ് വന്നു. ഇത് ജനം കാണുന്നില്ല. ആ നിൽക്കുന്ന സ്റ്റാഫിന് അതുപോലെ തന്നെ സ്റ്റാഫിന് ഒരു 1000 രൂപ ശമ്പളം ഉണ്ടാവും. അവൻ ചെയ്യുന്ന പണി മസാല ദോശ, നെയ്റോസ്റ്റ്, ചപ്പാത്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരു എക്സ്പെൻസ്, അതിൽ ഒരു 5 രൂപ 10 രൂപ ഇതിന് കൊടുത്ത് കൂട്ടേണ്ടി വരും. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോഴാണ് ഇത് വരുന്നത്. ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ നിൽക്കുമ്പോൾ അവർ വീട്ടിലുണ്ടാക്കുന്ന രീതി അവരുണ്ട്. അതായത് എൻ്റെ വീട്ടിലൊരു തവി മാവിട്ടൊന്ന് പരത്തി മസാല, അതിന് ഇത്ര എക്സ്പെൻസ് തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ബുദ്ധിമുട്ട്. 100% ലേബർ ടാക്സ്, പലതരം ടാക്സുകൾ അനുദിനം കൂട്ടിക്കൊണ്ടിരിക്കുക. എല്ലാ ടാക്സുകളും ഗവൺമെൻറ് എങ്ങനെയാണ് ഇവിടുത്തെ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്നതൊക്കെ കൂടുതൽ ഇൻഡസ്ട്രി എങ്ങനെ ഞെക്കിപ്പിടിയുന്ന ഒരു സംവിധാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് അവർ GST ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാത്രം മാറ്റി നിർത്തി? അപ്പോൾ സമൂഹത്തിന് ഗുണം ചെയ്യാനാണെങ്കിൽ അതിലും GST വയ്ക്കാൻ മേലെ. ഈ നാട്ടിൽ ഇത്ര വില കൂടുതലുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ പാചകവാതകത്തിൻ്റെ വില കൂടുന്നു. പാചകവാതകത്തിൻ്റെ വില കൂടുന്നു. 28% പാചകവാതകത്തിൻ്റെ GST. ഡൊമസ്റ്റിക്കിന് 5% എന്തുകൊണ്ടാണത് കുറയ്ക്കാത്തത്? ഇങ്ങനെ ഹോട്ടലുകാർക്ക് വില കുറച്ച് കൊടുക്കാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ GST, ഗ്യാസൊക്കെ അവർ പരിമിതമായ വിലയ്ക്ക് കൊടുക്കുന്നു. ഞാൻ നേരത്തെ ഇലക്ട്രിസിറ്റി ചാർജ്, ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ചാർജ് 10 രൂപ 12 രൂപയാണ്. അപ്പോൾ അത് അവർക്ക് വേണമെങ്കിൽ അത് സാധാരണ രീതിയിലേക്ക് 4 രൂപയ്ക്ക് തരാം. ഒന്നും ചെയ്യുന്നില്ല. ഇൻഡസ്ട്രിയെ നമ്മുടെ രാജ്യത്തിലെ ഏതാണ്ട് ഇന്ത്യ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഭക്ഷണ സംസ്കാരം ചെറുകിടക്കാരില്ല. ഭക്ഷണ വിതരണം കൂടുതലും 80% ചെറുകിടക്കാരെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇവരെ നിലനിർത്തിയാൽ മാത്രമാണ് ഈ സംസ്കാരം നിലനിൽക്കുള്ളൂ. അത് ഗവൺമെൻറ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിനിടയിൽ ചോദിച്ചോട്ടെ, ഈ പാഴ്സൽ സമ്പ്രദായം, ഇപ്പോൾ സ്വിഗ്ഗി അങ്ങനെയൊക്കെയുള്ള ഏജൻസികൾ വന്നതോടുകൂടി ആ പാഴ്സൽ വീട്ടിൽ വരുത്തി കഴിക്കുന്നവർ, അതായത് വീട്ടിൽ നിന്ന് ഹോട്ടലിൽ പോയി കഴിക്കുന്നതിന് പകരം വീട്ടിലിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഹോട്ടൽ മേഖലയെ ബാധിച്ചിട്ടുണ്ടോ? അതോ ശരിക്കും ഒരു വിഭാഗം ഹോട്ടലുകൾക്ക് മാത്രമേ ഗുണം കിട്ടുന്നുള്ളൂ? സ്വിഗ്ഗി സൊമാറ്റോ എന്ന് പറയുന്നത് ശരിക്കും ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു ഹോട്ടലിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന ഭക്ഷണം സ്വിഗ്ഗിയിലോ എടുത്ത് നമ്മൾ മേടിക്കുമ്പോൾ 180 രൂപയോളം വരും. ഹോട്ടലുകാരൻ തന്നെ കുറച്ച് കൂട്ടി കൊടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഹോട്ടലുകാരൻ്റെ ഇത് 40% പൈസ വാങ്ങിക്കുന്നുണ്ട്. 100 രൂപയുടെ സ്ഥാനത്തിന് 60 രൂപ കൊടുക്കുള്ളൂ. അപ്പോൾ ഹോട്ടലുകാരന് ഓട്ടോമാറ്റിക്കായിട്ട് വില കൂട്ടേണ്ടി വരും. അതിനുശേഷം സർവീസിങ് ചാർജ്, മറ്റേ ചാർജ്, മറിച്ച് ചാർജ് കൊണ്ട് ഇവർ വരുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 50%, 60% വില കൂടുതൽ ഉപഭോക്താവ് കൊടുക്കേണ്ടി വരിക. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്വന്തമായിട്ടൊരു ആപ്പ് ഉണ്ടാക്കി ഇത് കൊടുക്കണ, അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ സ്ഥാപനത്തിൻ്റെ വിലയ്ക്ക് തന്നെ കൊടുക്കാനായിട്ട് നമ്മളൊരു സംരംഭം തുടങ്ങിയായിരുന്നു. പക്ഷെ ഉദ്ദേശിക്കുന്ന രീതി വിജയിക്കില്ല. ഒന്നാമത് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ജനങ്ങളിലേക്ക് ഇത് പരസ്യം മൂലമൊക്കെ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ, പല കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ കൂടെ. അതുകൊണ്ട് അത് വേണ്ട ഒരു രീതിയിൽ വിജയിച്ചില്ല. ഇപ്പോൾ പല സ്ഥാപനങ്ങളും സ്വന്തമായിട്ട് ആപ്പ് തുടങ്ങി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ആപ്പിനോടും നമുക്ക് എതിർപ്പില്ല. ഓൺലൈൻ ബിസിനസ്സൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ജനങ്ങളെ ചൂഷണം ചെയ്യും, ജനങ്ങളെയും ഹോട്ടലുകളെയും ചൂഷണം ചെയ്യുന്ന ഇങ്ങനെ ബഹിരാഷ്ട്ര കുത്തകളുടെ ആപ്പ് അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോയുള്ള ആപ്പിനോട് സംഘടന യോജിക്കുന്നത്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ഹോട്ടലിൽ വരെ വരുന്നതിനാവുന്ന എക്സ്പെൻസ്, മൊത്തത്തിലുള്ള യാത്ര ബുദ്ധിമുട്ടെല്ലാം നോക്കുമ്പോൾ വീട്ടിലിരുന്ന് നല്ല ഭക്ഷണം കിട്ടുന്നെങ്കിൽ അത് നല്ലതല്ലേ? അവിടെ ഒരു പ്രശ്നം കൂടി, ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളുണ്ടായിട്ടുള്ള ഭക്ഷ്യദുരന്തങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ ആപ്പിൽ കൂടെ പോയ ഭക്ഷണങ്ങളിലാണ് ദുരന്തം ഉണ്ടായത്. ഈ ഓൺലൈൻ ആപ്പിന് ഒരു ഉത്തരവാദിത്വമില്ല.
ഇവരുടെ സ്റ്റാഫ് കൊണ്ടുപോകുന്ന സാധനങ്ങളോട് ഇവർക്കൊരു ഉത്തരവാദിത്തമില്ല. പക്ഷേ സ്റ്റാഫ് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്നല്ലേ വാങ്ങിച്ചോണ്ട് പോകും. പക്ഷെ പോകുന്ന വഴിക്ക് ഇതിൻ്റെ മാൽപ്രാക്ടീസ് ഇപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ, പോകുന്ന വഴിക്ക് പൊതി തുറന്ന് കഴിക്കുന്നതൊക്കെ പലപ്പോഴും അത് പത്രത്തിൽ വളരെ അപൂർവമാണ്. അപൂർവം മതി. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവങ്ങളിൽ പോലും എല്ലാത്തിൻ്റെയും ഇത് കേട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു 2 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം എത്തിക്കണം. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അവർ വരുമ്പോൾ 20 മിനിറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ താമസിക്കും, തിരക്കാണ്. ഇത് കൊണ്ടുപോയി ഇവർ കൊടുക്കുന്ന സമയത്ത് ഇവർ 10-25 ഓർഡറായിരിക്കും കൊടുക്കുന്നത്. അതിനുശേഷം കൊടുക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ സമയത്തിന് എത്താൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഏത് വീഴ്ചകളും ഹോട്ടലുകാരെയാണ് ബാധിക്കുന്നത്. ഇവരെ സംബന്ധം ബാധിക്കില്ല. ഇവരെ സംബന്ധം ലാഭം അവർക്ക് എടുക്കാം, വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങളെ സംബന്ധം ബാധിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ ഈ സപ്പോർട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ബദൽ സംവിധാനം ഇല്ലാത്തതുകൊണ്ടുള്ള സംവിധാനം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഹോട്ടലുകളിൽ ഇപ്പം പ്രധാനമായിട്ടും ജനങ്ങൾ നോക്കുന്ന അവിടുത്തെ വൃത്തിയും അതോടൊപ്പം ഭക്ഷണ സാധനങ്ങളിലെ രുചിയുമാണ്. ഈ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി പണ്ട് ഈ പറയാറുണ്ട് അജിനോമോട്ടോ പോലൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്, കൃത്രിമമായ ഫ്ലവേഴ്സ് ചേർക്കാറുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? നമ്മൾ ഈ അജിനോമോട്ടോ ഉപയോഗിച്ച് രുചി വർദ്ധിക്കുന്നതിന് ഞാൻ 25 ദിവസമായിട്ട് എനിക്ക് തോന്നിച്ചിട്ടില്ല. കാരണം അജിനോമോട്ടോ ഉള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട്, അജിനോട്ടോ ഇല്ല. അജിനോമോട്ടോ എന്ന് പറയുന്നത് പരിമിതമായ അളവിൽ ഏത് ഭക്ഷണത്തിൽ ചേർത്താലും അത് ശരീരത്തിന് അത്ര വലിയ ഹാനികരമായ വസ്തുതയൊന്നുമല്ല. പക്ഷേ നമ്മൾ നമ്മുടെ അംഗങ്ങളോട് പറഞ്ഞ് എന്തിനാണ് ചേർക്കണേ, അത്രയും കാശ് കൊണ്ട് നിങ്ങൾ എന്തിനാ എക്സ്പെൻസ് മുടക്കണേ, അജിനോമോട്ടോ ചേർക്കരുത് എന്നുള്ളൊരു സംസ്കാരമാണ് സംഘടന നമ്മുടെ അംഗങ്ങളോട് പറയുന്നത്. അജിനോമോട്ടോ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ ഇപ്പോൾ ചൈനീസ് ഫുഡിലൊക്കെ ചേർക്കുന്നുണ്ട്. അത് കഴിച്ചുകൊണ്ട് ഒരു ഡോക്ടറും പറയുന്നില്ല. ഇപ്പോൾ ഏത് ഭക്ഷണ സാധനം കഴിച്ചാലും ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ് ഇവിടുന്ന് കയറ്റി വിട്ട കഴ മസാലക്കൂട്ടുകളും അവിടെ ചെന്നപ്പോൾ അതിനകത്ത് ബാക്ടീരിയയുടെ ഒക്കെ അംശം കണ്ടു, ഈ കൊള്ളിയുടെ അംശം കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പലതും പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആളുകൾ കഴിക്കുന്നില്ലേ? അപ്പോൾ ഏതൊരു സാധനത്തിലുമുണ്ട് ഗുണവും ദോഷവും. ഇപ്പോൾ ചില ഹോട്ടലുകളിലെ സാമ്പാറിന് രുചി കൂടുതലാണെന്ന് പറയുന്നതിൽ അതിലെന്തെങ്കിലും മാജിക് ഉണ്ടോ? എനിക്ക് പാചകക്കാരൻ്റെ വൈദഗ്ധ്യത്തിനപ്പുറമുള്ള പാചകക്കാരൻ്റെ വൈദഗ്ധ്യമുള്ളൂ. ഒരിക്കലും വെജിറ്റേറിയൻ ഫുഡുകളൊന്നും ആരും യോജന ഇട്ടില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ കഴിക്കണ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് തന്നെയല്ലേ. എൻ്റെ കുട്ടികൾ വന്നാലും എൻ്റെ ഹോട്ടലിൽ എല്ലാ ഹോട്ടലിലും അങ്ങനെ തന്നെയാണ്. ആരും ഒരു ഹോട്ടലുകാരൻ വേറെ അടുത്ത് പോയി കഴിക്കുന്നില്ല. താങ്കളും പെരുമ്പാവൂർ ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് കഴിക്കുക. ഞാൻ മിക്കവാറും ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എൻ്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് തന്നെ, കാരണം പുറത്തിറങ്ങി പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്, വേറെ ഹോട്ടലിൽ വിശ്വാസമില്ലാത്തതില്ല. അപ്പോൾ നമ്മളങ്ങനെയാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ മിക്കവാറും കഴിക്കണം എൻ്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കൊണ്ടുപോയി ഉണ്ടാക്കാനുള്ള എളുപ്പമുണ്ട് ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോയി കഴിക്കുന്നത്. അപ്പോൾ ഹോട്ടൽ ഭക്ഷണത്തെ പറ്റിയുള്ള ആ ധാരണയൊക്കെ മാറി. കാലഘട്ടം മാറിയോടുകൂടി ഹോട്ടൽ ഭക്ഷണം വീട്ടിനേക്കാളും വിശ്വസിച്ച് കഴിക്കാവുന്നൊരു ഭക്ഷണമായി. അതിൻ്റെ ഒരു കാര്യം, ഇപ്പം ഞങ്ങൾ മേടിക്കുന്ന റോ മെറ്റീരിയൽ വീട്ടിൽ മേടിക്കുന്ന മാതിരിയല്ല. വീട്ടിലിപ്പോൾ നമ്മൾ സാധനം മേടിക്കുമ്പോൾ വില നോക്കിയൊക്കെ നമ്മൾ മേടിക്കും. പ്രത്യേകിച്ച് മാവേലി സ്റ്റോറിലൊക്കെ ഏറ്റവും കുറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഞങ്ങൾ മേടിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഉഴുന്ന് മേടിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടി ക്വാളിറ്റി ആയിരിക്കും. അരി മേടിക്കുകയാണെങ്കിൽ വെച്ചാൽ ഞങ്ങളുടെ ക്വാളിറ്റി നന്നായാലാണ് നമ്മുടെ ഭക്ഷണം നന്നാവുള്ളൂ. അങ്ങനെ ഏത് സാധനം മേടിച്ചാലും ഏറ്റവും നല്ല ക്വാളിറ്റി മേടിച്ചാൽ ഞങ്ങൾക്കത് ലാഭമാണ്. ഉണ്ടാക്കുമ്പോൾ അത്ര ക്വാളിറ്റി കിട്ടും. ഇപ്പോൾ പണ്ടൊക്കെ പറയുമായിരുന്നു ചീത്ത പച്ചക്കറി മേടിച്ചു വെച്ചാൽ, ഇപ്പോൾ അങ്ങനെയല്ല, നല്ല പച്ചക്കറി മേടിക്കുക അതാ ലാഭം. ഞങ്ങളും പഠിച്ചു. അപ്പോൾ നല്ല ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, ക്വാളിറ്റിയും കൂടും, ചിലവും കുറയും. എല്ലാവരും ആ മാനദണ്ഡം പാലിക്കുന്നുണ്ടോ? അവർക്ക് ലാഭം അതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഉഴുന്നോടയ്ക്ക് ഒരു പ്രത്യേക ഉഴുന്നിൻ്റെ പേര് പറയാം, പ്രത്യേക തരം ചില ഉഴുന്നുകളുണ്ട്, 1-2 ബ്രാൻഡ്. ആ ഉഴുന്നോട് ഉപയോഗിച്ച് ഉഴുന്നോട് സോഫ്റ്റ് ആയിരിക്കും എണ്ണം കൂടുതൽ കിട്ടും. അതിന് 10 രൂപ കൂടും. പക്ഷേ ഇവിടെ എണ്ണം കൂടുതൽ കിട്ടുമ്പോൾ ലാഭം അതല്ലേ. ഉപയോഗിച്ച എണ്ണ തന്നെ വീണ്ടും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഉപയോഗിച്ച എണ്ണ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് അതിൻ്റെ പകുതി കൂടുതൽ വില കിട്ടും. പിന്നെ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ്റും ഞങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് റീയൂസ്ഡ് ഓയിൽ എടുക്കാനായിട്ട് എല്ലായിടത്തും സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണ നമുക്ക് 60 രൂപ, 55 രൂപ, 60 രൂപയ്ക്ക് അവർക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കതൊരു നഷ്ടമല്ല. എന്തിനാവശ്യമില്ലാത്ത പരാതി കേൾക്കണത്. നല്ല പാചകക്കാരെ ഇപ്പോൾ കിട്ടാറുണ്ടോ? അത് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തൊഴിലാളികളുടെ ദൗർലഭ്യമാണ്. അതായത് സ്കിൽഡ് വർക്കേഴ്സ്, നല്ല തൊഴിലാളികളെ കിട്ടാനില്ല. പണ്ടൊക്കെ മാതിരിയല്ല, ആരും ഹോട്ടൽ ഫീൽഡിലേക്ക് വരുന്നില്ല. ഒന്ന് ഒരു സപ്ലയറായിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരാതി കേൾക്കേണ്ടത് തന്നെ അവർക്കാണ്, ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിലേക്ക് കേരളത്തിലുള്ള ചെറുപ്പക്കാർ വരാൻ മടിക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു സ്ട്രൈവ് എന്ന് പറഞ്ഞൊരു തൊഴിലധിഷ്ഠിത പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളവർക്ക് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും, ഒപ്പം തന്നെ ജോലിയും കൊടുക്കും. ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ 7500 അവർക്ക് സ്റ്റൈഫൻഡ് കൊടുക്കും. അതെവിടെയാണ് അത്? എറണാകുളത്ത്. അത് എന്താണ് അത് പഠിക്കാനുള്ള യോഗ്യത? എന്താ അത് പഠിക്കാൻ? SSLC വിദ്യാഭ്യാസം മതി, ആർക്കും ചേരാം. എത്ര പേര് ഒരു ബാച്ചിൽ കാണും? ഇപ്പം നമുക്ക് 20 പേര് 25 പേരുള്ളൂ, കൂടുതലായെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. 3 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ ട്രെയിനിങ്, ബേസിക് ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നമ്മൾ ഒരു സ്റ്റാർ ഹോട്ടലിലേക്കെല്ലാം ട്രെയിനിങ്ങിന് വിടുകയാണ്. ആ സമയത്തും അവർ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിത്തം തന്നെയാണ്. അപ്പോൾ തൊഴിലധിഷ്ഠിതമാണ്. അവിടെ അവർക്ക് ജോലി ചെയ്യാം, ഹോട്ടലുകാരന് എന്തെങ്കിലും കൊടുക്കും,
ഈ സ്റ്റൈഫൻഡും കിട്ടും. അപ്പോൾ വീട്ടിൽ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാം. 165 രാജ്യങ്ങൾ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ്, കേന്ദ്ര ഗവൺമെൻറ് അശോകസ്തംഭമുള്ള 165 രാജ്യങ്ങൾ അംഗീകരിച്ച സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. ഇപ്പം മറ്റൊരു കാര്യം, ഇപ്പോൾ താങ്കൾ ഈ സംഘടനയ്ക്ക് വളരെ മികച്ച നേതൃത്വമാണ് നൽകി വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു താങ്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ സംഘടന ആവിഷ്കരിക്കാൻ പോകുന്ന ഒരു സുരക്ഷാ പദ്ധതി, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക. എന്താണത്? കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഞങ്ങൾ ആലോചിച്ചുറപ്പിച്ച് വളരെ ചർച്ച ചെയ്തൊരു പദ്ധതിയാണ് KHRS സുരക്ഷാ പദ്ധതി. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ അംഗങ്ങളെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരാണ് കൂടുതലും. പാവപ്പെട്ടതെന്ന് ഇപ്പോൾ ഭാര്യയും ഭർത്താവും 1-2 തൊഴിലാളികളും ഇവർ ജോലി ചെയ്യുന്നു. ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ആ ഭർത്താവ് രാവിലെ എഴുന്നേൽക്കുന്നില്ല. നിർഭാഗ്യം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അന്നന്നത്തെ വരുമാനം കഴിയുന്നവർ ഈ ഭാര്യ ഒറ്റപ്പെട്ടു പോവുക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ എന്നാ വെച്ചാൽ പലപ്പോഴും നമ്മളിത് കാഴ്ച കാണുകയെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 40 വർഷമായിട്ട് ഇദ്ദേഹം രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു, രാത്രി കിടന്ന് ഉറങ്ങുന്നു, മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസും മാറ്റി കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരാൾ മരണപ്പെടുമ്പോൾ ആ കുടുംബം ഒറ്റപ്പെട്ടു പോകുന്നു. ഒന്നും ചെയ്യാല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിരിച്ചു ചിലപ്പോൾ 1 ലക്ഷം രൂപയോ ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ വീട്ടിലേക്ക് ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. പക്ഷേ ഇതൊന്നുമല്ലാതെ അന്തസ്സോടുകൂടി അവർക്ക് അതിന് ശേഷം ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഞങ്ങളൊരു കൈത്താങ്ങ്, ഒരു ജീവകാരുണ്യ പദ്ധതിയാണ്, അല്ലാണ്ട് ഒരു ഇൻഷുറൻസ് ഒന്നുമല്ല. അതായത് കേരളത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് തൊഴിലാളികളും കൂടി ചേർന്നാണ്. കാരണം തൊഴിലാളികളില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനം നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് തൊഴിലാളികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ജീവകാരുണ്യ പദ്ധതി, അതാണ് KHRS സുരക്ഷാ പദ്ധതി. ഈ പദ്ധതിയിൽ നമുക്ക് തൊഴിലാളികൾക്ക് അംഗമാകാം, കുടുംബത്തിലുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ അംഗമാകാം, ഹോട്ടൽ ഉടമയ്ക്ക് അംഗമാകാം, ആർക്ക് പങ്കാളിക്ക് അംഗമാകാം. അപ്പോൾ അതിനകത്ത് ഒരു വ്യത്യാസം കൊണ്ടുണ്ട്. ഹോട്ടൽ ഉടമയ്ക്കും ജീവിത പങ്കാളിക്കും പ്രായപരിധിയില്ല. 80 വയസ്സായ ഒത്തിരി ആളുകളുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ സംഘടനയിൽ. ഈ KHRS അംഗങ്ങളുണ്ട്. തൊഴിലാളികൾക്ക് ഇതിലൊരു റിട്ടയർമെന്റ് തൊഴിലാളികൾക്ക് നമ്മൾ 55 വയസ്സ് വെച്ചിട്ടുണ്ട്. ഇത് ചേരാൻ 60 വയസ്സ് വരെ അവർ ജോലിക്ക് നിർത്താവുള്ളൂ എന്നുള്ള നിയമം. അങ്ങനെ ഉണ്ട്. ഇപ്പോൾ 55 വയസ്സ് വരെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ തൊഴിലാളികളാണെങ്കിൽ ഇത് ചേർന്നിട്ട് തൊഴിൽ ഉപേക്ഷിച്ച് പോയാലും അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അതിപ്പോൾ ഉടമയ്ക്കാണെങ്കിലും അവരെ പ്രസ്ഥാനം നിന്ന് പോയാലും ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകും. ഈ പദ്ധതി എന്ന് പറയുന്നത് 3000 രൂപയുള്ളൂ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ. ഈ 3000 രൂപ ഒരു റിസർവ് ഫണ്ടായിട്ട് അവിടെ കിടക്കുകയുള്ളൂ, ആരും എടുക്കില്ല. 2500 രൂപയും കോർപ്പസ് ഫണ്ടായിട്ട് നിക്ഷേപിക്കുകയാണ്. അത് ഇവർക്ക് തന്നെ ജീവകാരുണ്യ പദ്ധതിയിലൂടെ തിരിച്ചു കൊടുക്കും. 500 രൂപ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസിൽ എടുക്കാനായിട്ട് നിയമം അനുവദിക്കും. പരമാവധി 500 രൂപ വരെ എടുക്കാം. ബാക്കിയെല്ലാം ഇവർക്ക് തന്നെയുള്ള ജീവകാരുണ്യ പദ്ധതിയായിട്ട് തിരിച്ചു കൊടുക്കാനും ഒപ്പം തന്നെ ഇതിൽ അംഗമായിട്ടുള്ളവർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 10,000-ന് മുകളിലെ ആൾക്കാരാണ് അംഗമായിട്ടുള്ള ഗ്രൂപ്പിൽ ഒരംഗം മരണപ്പെട്ടാൽ ചാരിറ്റി ആയിട്ട് മറ്റു അംഗങ്ങൾ 100 രൂപ വെച്ച് കൊടുക്കും. അങ്ങനെ 10 ലക്ഷം രൂപ ഉടൻ തന്നെ ആ കുടുംബത്തിൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ ആ കുടുംബത്തിലേക്ക് എത്തിക്കുക, എമർജൻസി ആയിട്ട്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു 10 ലക്ഷം രൂപ ഒരു ജീവിത പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബനാഥയുടെ കയ്യിൽ നിന്ന് ഒരു പരിധി വരെ അവരുടെ ജീവിതം സെക്യൂർ ആവും. ആ ഒരു സംവിധാനത്തിൽ ഞങ്ങളുടെ അംഗങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിതം സുരക്ഷിതമാക്കാൻ പറ്റുന്നവർ ഒരു 10-20% ഉള്ളൂ. അതായത് ഈ തൊഴിൽ ചെയ്ത് സുരക്ഷിതമാക്കാൻ പറ്റുന്നവർ ആ 20% ഉള്ളൂ. മറ്റുള്ളവർക്കൊന്നും അങ്ങനെ തൊഴിൽ ചെയ്ത് ജീവിതം സുരക്ഷ ഒരു നിത്യവേതനക്കാരനേക്കാളും ഇപ്പോൾ നമ്മൾ സാധാരണ തൊഴിലാളിയെക്കാളും താഴെയാണ് ഇവൻ്റെ വേതനം, കഷ്ടപ്പാട് കൂടുതലാണ്. പക്ഷേ കാലങ്ങളായിട്ട് തുടർന്ന് വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു തൊഴിൽ നഷ്ടപ്പെടുത്താൻ ഇവർ തയ്യാറാണ്. വീട്ടിലെ ചിലവ് നടന്നു പോകും. അത് വിചാരിച്ചിട്ടാണ് പലരും ചെയ്തു പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങളെ അന്യാധീനപ്പെട്ടു പോകാതെ ഒരു സുരക്ഷിതത്വം കൊടുക്കുക എന്ന ചിന്തയോടുകൂടി KHRS കൊണ്ടുവന്നൊരു പദ്ധതിയാണ് KHRS സുരക്ഷാ പദ്ധതി. അതിപ്പോൾ വിജയകരമായി നടപ്പിലാക്കാനുള്ള നീക്കമാണ് നമ്മളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു പദ്ധതി. ഇപ്പോൾ ഏതാണ്ട് 5000-ഓളം പേര് ചേർന്ന് കഴിഞ്ഞു. ഈ ജൂലൈ 1 മുതലാണ് ഇത് തുടങ്ങുന്നത്. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പദ്ധതി എന്ന് ജൂലൈ 1-ന് ശേഷം 2-ാം തീയതി ഏതെങ്കിലും അംഗം മരണപ്പെട്ടാലും ഞങ്ങളൊരു കൈത്താങ്ങ് 100 രൂപ വെച്ച് ആ കുടുംബത്തിലേക്ക് കൊടുത്ത് 10 ലക്ഷം രൂപ അവിടെ എത്തിക്കും. ഇനി കൂടുതലായിട്ട് ഫണ്ട് വന്നുവന്നിരിക്കട്ടെ, നമ്മളിത് കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ അംഗങ്ങൾക്ക് ഇപ്പോൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ മേജർ രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വന്നാൽ ആ അംഗങ്ങളെ സഹായിക്കാനായിട്ട് അത് ഉപയോഗിക്കും. ഒരിക്കലും ഇതിൽ വന്നു ചേരുന്ന 1 രൂപ പോലും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കില്ല. അതായത് ഇതിൽ ചേരാത്ത അംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കില്ല. ഇത് ചേരുന്ന അംഗങ്ങളുടെ കുടുംബ സുരക്ഷയ്ക്കും അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ സംരക്ഷണത്തിനും മാത്രം ഉപയോഗിക്കും. താങ്കൾ ഈ മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഞാനിപ്പോൾ 25 വർഷമായി. എന്താണ് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇന്ന് ഞാനൊരു ജോലിക്കാരനായിരുന്നു. ട്രാവൻകൂർ റയോൺസ് എന്നൊരു കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. റയോൺസ് 2000-ൽ പ്രതിസന്ധി മൂലം അടച്ചുപൂട്ടി കഴിഞ്ഞപ്പോൾ ജീവിക്കണം എന്ന് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു തൊഴിൽ മേഖല എന്ന രീതിയിൽ ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങി. പെരുമ്പാവൂർ ഇന്ദ്രപ്രസ്ഥ എന്ന് പറഞ്ഞ്. അത് ദൈവാധീനം കൊണ്ട് അവിടെ വലിയ കുഴപ്പമില്ലാതെ പോവുകയും പിന്നീട് അങ്ങനെ പ്രസ്ഥാനത്തിലൂടെ വരികയും അതിനുശേഷം നമ്മൾ സംഘടനാ തലത്തിലേക്ക് വരികയും സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റ് തൊട്ട്
ജില്ലാ സെക്രട്ടറി തൊട്ട് ജില്ലാ പ്രസിഡന്റ് തൊട്ട് അങ്ങനെ വളർന്ന് ഇന്ന് സംസ്ഥാന പ്രസിഡന്റിലേക്ക് എത്തി നിൽക്കുന്നു. സ്ഥലം പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ. കുടുംബം ഭാര്യ ജെസ്സി എന്ന് പറയും, ഒരു ക്രിസ്ത്യൻ യുവതിയാണ്. അന്ന് 39 വർഷം കൊണ്ട് കല്യാണം കഴിച്ചത്, പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. 3 കുട്ടികൾ, 2 പേര് IT ഫീൽഡിലാണ്. മകൻ BSc ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ഹോട്ടൽ ഫീൽഡിൽ തന്നെ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അവനാണ് ഈ രംഗത്തേക്ക് വന്നു. വന്നു. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി, എല്ലാ ആശംസകളും. താങ്ക് യു.